കോഴിക്കോട് ആംബുലൻസ് ഡ്രൈവർ ഒരു അപകടമുണ്ടാക്കിയ ഒരു വാർത്ത വന്നതിനെ തുടർന്ന് ചില ആളുകളെങ്കിലും ആംബുലൻസ് ഡ്രൈവർമാർ എന്താ ഇത്ര അമിത വേഗതയിൽ പായുന്നത്? അവർ സാർ ആ മരണാഭ്യാസമാണ് നടത്തുന്നത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി. അതിസാഹസികമായിട്ടാണ് പല ഡ്രൈവർമാരും ആംബുലൻസ് ഡ്രൈവർമാരും വാഹനം ഓടിക്കുന്നത്. പല ഘട്ടങ്ങളിലും അവർക്ക് അപകടം സംഭവിക്കുകയും ചെയ്യും. നമ്മുടെ നിരത്തുകളിൽ ആംബുലൻസ് ഡ്രൈവർമാരും ആംബുലൻസിനും വഴി കൊടുക്കുന്ന ഒരു ഡ്രൈവിംഗ് സംസ്കാരം പലപ്പോഴും ഇല്ല. ആംബുലൻസിന് പിന്നാലെ കത്തിച്ചു പോകുന്ന മനുഷ്യരെ നമ്മൾ കാണും. ആംബുലൻസ് ഡ്രൈവർമാർ ജീവൻ കൈ പിടിച്ച് മരണാഭ്യാസം നടത്തുന്നവരാണ്. പക്ഷേ അവരിൽ പലരും എന്നിട്ടും ആ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അവിടെ അവരുടെ ഒരു സാമൂഹ്യ സേവന സന്നദ്ധതയുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡ്രൈവിങ്ങിൻ്റെ ലഹരി ആസ്വദിക്കുകയല്ല അവർ ചെയ്യുന്നത്, അവർ ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ്. സനു തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം താമസിക്കുന്ന സക്കറിയ 12 വർഷമായി ആംബുലൻസ് ഓടിക്കുന്നുണ്ട്. ഇതുവരെ അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നത് ഭാഗ്യമായി കരുതുകയാണ് സക്കറിയ. എന്നാൽ പ്രാണവേദനയിൽ രോഗികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ആക്രമണങ്ങളെ കാര്യമാക്കാറുമില്ല. ഒരു 2-3 മാസം മുൻപ് നമ്മൾ കണ്ണാടിക്കൽ ഒരു രോഗിനെ ഇറക്കി വരുന്ന സമയത്ത് ഓട്ടോറിക്ഷയിൽ കയറ്റി ഒരു രോഗിനെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ വണ്ടി നിർത്തി നോക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ശരീരമാസകലം പൊള്ളിയതാണ്. പുള്ളിക്കാരൻ ചവിട്ടി ഓടിച്ചതായത്. ഇത് ഞാൻ ഒരുപാട് ഒരു 5-8 കെട്ടൊക്കെ കിട്ടിയതിന് ശേഷമാണ് അത്. പിന്നെ ഷോൾഡർ ഒരുപാട് പരിക്കുകൾ. ഇതൊക്കെ ഒരാൾ എന്താ പറയുക കൈകൊണ്ട് മാന്തിയതാണ്. കാരണം അവർ മരണപ്രാളത്തിൽ അത്. കേരളത്തിലെ റോഡുകളിലെ തിരക്ക് വെച്ച് വണ്ടി ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ആംബുലൻസ് ഡ്രൈവർമാർ. സമീപകാലത്തായി ചിലരെങ്കിലും വഴി മാറിത്തരാൻ വിസമ്മതിക്കുന്നുണ്ടെന്ന് തുറന്നു പറയുകയാണ് പലരും. 2 കിലോമീറ്ററോളം, അതായത് നമ്മളെ വെള്ളിപ്പറമ്പ് എത്തുന്നവരെ ഒരു താറ് വണ്ടിക്കാരൻ നമ്മളെ ഒരു കാരണവശാലും അവർ കടന്നു പോകാൻ അനുവദിക്കുന്നില്ല. കാരണം നമ്മൾ എന്തായാലും കുടുംബമുള്ള ആൾക്കാരാണ്, അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ. നമ്മൾ ഒരിക്കലും ഓവർ സ്പീഡ് പോയിട്ട് ഒരു അപകടം വരുത്തി വെക്കാൻ നമ്മളെന്തായാലും ശ്രമിക്കില്ല. രാത്രികാലങ്ങളിൽ റോഡിലെ വെളിച്ചത്തിന്റെ അപര്യാപ്തതയാണ് മറ്റൊരു വെല്ലുവിളി. വയനാട് പോലുള്ള ജില്ലകളിൽ പോകേണ്ടി വരുമ്പോൾ കടുത്ത കോടമഞ്ഞും വെല്ലുവിളി ഉണ്ടാക്കുന്നു. ഇതിനായി ഫോഗ് ലൈറ്റ് വെക്കാൻ മോട്ടോർ വാഹന വകുപ്പ് അനുമതി നൽകണമെന്നാണ് ആവശ്യം. രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ചും ധർണയും പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടെന്നും അത് പരിഗണിക്കണമെന്നും ഡ്രൈവർമാർ പറയുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പരിപാടികൾ ഈ ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് അവരെ പോകാൻ അനുവദിക്കണമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ അടുത്ത വഴി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 1 മിനിറ്റിൻ്റെ ഗ്യാപ്പിലായിരിക്കും ഒരു രോഗി രക്ഷപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ടാവുക. മനുഷ്യജീവൻ രക്ഷിക്കാൻ താനൊരു കാരണമാകുന്നു എന്നറിയുമ്പോൾ ഈ പണി വിട്ടുപോകണമെന്ന് ഒരിക്കലും തോന്നില്ലെന്നാണ് മറ്റൊരു ആംബുലൻസ് ഡ്രൈവറായ നജീബിനും പറയാനുള്ളത്. ഇത് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതാണ്. കാരണം നമുക്ക് ഒരുപാട് റോഡും കൂടി ഇത് കഴിച്ച് പോകുന്ന സമയത്ത് ഒരുപാട് സേഫ്റ്റികൾ നമുക്ക് കിട്ടും. ഒരുപാട് വാഹനങ്ങൾ നമുക്ക് മാറിത്തരും. അപ്പോൾ യാദൃശ്യമായിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ നമുക്കൊരു ഇത് വരും ഈ വണ്ടി ഓടിക്കാൻ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജോലി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കേരളമാണെന്നും സാക്ഷ്യപ്പെടുത്തുകയാണ് ആംബുലൻസ് ഡ്രൈവർമാർ. റിപ്പോർട്ടർ, കോഴിക്കോട്.